എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ സ്പോർട്സ് അവാർഡ് 2024, അതായത് 2024 ദേശീയ കായിക പുരസ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കൂടെ വരേണ്ട ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ഒരുപാട് കായിക താരങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അവർക്ക് ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അത് മാത്രമല്ല, ഖേൽരത്ന, അതുപോലെ തന്നെ ദ്രോണാചാര്യ, അർജുന തുടങ്ങിയ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 പ്രഖ്യാപിച്ചെങ്കിലും 2024 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആൾക്കാരും അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈവന്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ദേശീയ കായിക പുരസ്കാരം 2024. അപ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം 2025 പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് 2025 അവാർഡല്ലേ? എന്നാലല്ല, 2024 അവാർഡാണ്. പക്ഷേ എന്താണ്, 2025 പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് ആദ്യമേ ഫിക്സ് ചെയ്യുക. 2024 കായിക പുരസ്കാരങ്ങളാണ്. അപ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024. അപ്പോൾ 2024 എന്താണ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പേർക്കാണ്. എത്രയാണ്? 4 പേർക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ 2023 2 പേർക്കായിരുന്നു. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി, അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി, അതായത് ബാഡ്മിന്റൺ താരങ്ങളായിട്ടുള്ള ഇവർക്ക് 2 പേർക്കുമാണ് ലഭിച്ചത്. ഇനി 2022 അത് അജാന്ത ശരത്കമൽ, ടേബിൾ ടെന്നീസ് താരമായിട്ടുള്ള അജാന്ത ശരത്കമലിനായിരുന്നു ലഭിച്ചത്. അപ്പോൾ 2024 എത്ര പേർക്കാണ്? 4 പേർക്ക്. ഇതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഗുകേഷ് ഡി. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ചെസ് താരമാണ്. തമിഴ്നാട് എന്നുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, ഗുകേഷ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഗുകേഷിന്റെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു, ജേതാവായി. അപ്പോൾ 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ആരെന്ന് പറയുന്നത്, ഗുകേഷ് എന്ന് പറയുന്നത്. ഫൈനലിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി. ഇനി അതുപോലെ തന്നെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്, ഗുകേഷ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും ആരാണ്, ഗുകേഷ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് എന്ത് ചെയ്തു, കിരീടം നേടി. അപ്പോൾ 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് കിരീടവും ആര് നേടിയിട്ടുണ്ട്, ഗുകേഷ് ഡി നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുകേഷ് ഡിക്ക് 2024 എന്താണ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. ഇനി 2024 ഖേൽരത്ന കിട്ടിയ അടുത്ത വ്യക്തിയിലേക്ക് വരാം. അടുത്തത് ഹർമൻപ്രീത് സിംഗ് ആണ്. അതായത് ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോക്കി താരമാണ്, ഇന്ത്യൻ ഹോക്കി താരമാണ്. ആരെന്ന് പറയുന്നത്, ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം പഞ്ചാബുകാരനാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചില അച്ചീവ്മെന്റ്, 2024 അദ്ദേഹത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട ചില അച്ചീവ്മെന്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. ആ ടീമിനെ നയിച്ചത് ആരാണ്, ഈ പറയുന്ന ഹർമൻപ്രീത് സിംഗ് ആണ്. അത് ആദ്യമേ ഓർക്കാം. ഇനി ഇതേ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം കൂടുതൽ ഗോളുകൾ നേടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതും ആര് തന്നെയാണ്, ഹർമൻപ്രീത് സിംഗ് തന്നെയാണ്. ഇനി 2020 ഒളിമ്പിക്സ് എവിടെ നടന്നത്, ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പോൾ ആ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയതും ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം തന്നെയായിരുന്നു. പക്ഷേ ആ ടീമിൽ അദ്ദേഹം ക്യാപ്റ്റൻ അല്ല. പക്ഷേ ആ ടീമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടി ഓർക്കുക. ഇനി അതിന് പുറമെ തന്നെ 19ാമത് ഏഷ്യൻ ഗെയിംസ് നമുക്കറിയാം വർഷം 2022 ആണ്. പക്ഷേ നടന്നത് ഏത് വർഷമാണ്, 2023. അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ പുരുഷ ഹോക്കിയിൽ എന്താണ് സ്വർണം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചതും ആര് തന്നെയാണ്, ഹർമൻപ്രീത് സിംഗ് തന്നെയാണ്. ഇനി അതിന് പുറമെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹർമൻപ്രീത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത് 2024 ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായ 2ാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ എന്ന് പറയുന്നത് പാരാ അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരാ അത്ലറ്റ് ആണ്. ആരെന്ന് പറയുന്നത്, പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. അതായത് ഹൈ ജമ്പ് താരമാണ് ആര്, ഈ പറയുന്ന പ്രവീൺ കുമാർ. ഉത്തർപ്രദേശുകാരനാണ്. ഇനി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2024 പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ എന്ത് ചെയ്തു, അദ്ദേഹം സ്വർണ്ണം നേടി. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈ ജമ്പിൽ ആര്, ഈ പറയുന്ന പ്രവീൺ കുമാർ സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ തന്നെ 2020 പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിനെ ഏത് പുരസ്കാരത്തിന്, ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക.
ഇനി അടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അതായത് മനു ഭാകർ. അപ്പോൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിയാന സ്വദേശിനിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. ഇനി പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ഓൾറെഡി തന്നെ നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അതായത് മനു ഭാകർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ എത്ര മെഡലുകൾ? 2 മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഈവന്റിലും, ഇനി അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഈവന്റിലും അങ്ങനെ 2 വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2 മെഡലുകൾ നേടിയ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വ്യക്തി ആണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മനു ഭാകർ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതിനു പുറമെ തന്നെ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ്? ഈ പറയുന്ന മനു ഭാകർ തന്നെയാണ്. അപ്പൊ അതുകൂടി ഓർക്കുക. അതായത് മനു ഭാകറിനെ ഖേൽരത്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന രീതിയിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മനു ഭാകറിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഖേൽരത്ന ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് അർജുന അവാർഡാണ്. ശരിക്കും പറഞ്ഞാൽ 32 പേർക്കാണ് ഇത്തവണത്തെ അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എത്ര പേർക്കാണ്? 32 പേർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 32 പേരെ ഒറ്റയിരുപ്പിന് പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? ഓരോ ദിവസം ഒരു 3 പേര് അല്ലെങ്കിൽ 5 പേര് ആ ഒരു രീതിയിൽ പഠിച്ചെടുക്കുക. കാരണം ഒരുപക്ഷെ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകളിൽ ഇതിലേതെങ്കിലും ഒരു താരത്തെ തന്നിട്ട് അവർ ഏത് ഇനവുമായിട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഒരുവിധപ്പെട്ട ആൾക്കാരും എന്താണ് പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവർ നേടിയ മെഡലിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാം? ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ആദ്യത്തെ വ്യക്തി ജ്യോതി യാർ രാജി, അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട താരമാണ്. ആരെന്ന് പറയുന്നത്? ജ്യോതി യാർ രാജി എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഹഡിൽസിൽ എന്ത് ചെയ്തു? വെള്ളി നേടി. അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസ് ഹഡിൽസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജ്യോതി യാർ രാജി വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് അന്നു റാണി. ഏതാണ്? അന്നു റാണി അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട താരം തന്നെയാണ്. പക്ഷേ ഏതാണ് ഈവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവലിൻ ത്രോ ആണ്. അപ്പോൾ അന്നു റാണി ഏതാണ് ഈവന്റ്? ജാവലിൻ ത്രോ ആണ്. അപ്പോൾ അന്നു റാണിയും 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നു റാണി ജാവലിൻ ത്രോ ആണ് ഈവന്റ്. എന്താണ്? ഏഷ്യൻ ഗെയിംസിൽ എന്ത് ചെയ്തു? സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് നിധു ഗംഗാസ് ആണ്. നിധു ഗംഗാസ് ആണ് ബോക്സിംഗ് താരമാണ്. പക്ഷേ നിധു ഗംഗാസിന്റെ നേട്ടം എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിലാണ്. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിലെ വനിതാ ബോക്സിംഗ് അതായത് 48 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിധു ഗംഗാസിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് സാവീതി ബുറയാണ്. സാവീതി ബുറ എന്ന് പറയുന്നത് ബോക്സിംഗ് താരമാണ്. പക്ഷേ സാവീതി ബുറയുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 2023 IBA വുമൺസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തു? സ്വർണം നേടി എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഖേൽരത്നയുടെ ആ ഒരു എന്താണ് പരിഗണിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിൽ ഇതാണ് അവരുടെ അച്ചീവ്മെന്റ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അപേക്ഷ സമർപ്പിക്കുന്നത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സാവീതി ബുറ എന്ന് പറയുന്നത് 2023 IBA വുമൺസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തു? സ്വർണം നേടിയ താരമാണ്. ഇനി അടുത്തത് വന്തിക അഗ്രവാൾ. അപ്പോൾ വന്തിക അഗ്രവാൾ എന്ന് പറയുന്നത് ചെസ്സുമായി ബന്ധപ്പെട്ട താരമാണ്. പൊതുവേ നമുക്ക് എന്താണ് വനിതാ ചെസ് താരങ്ങളൊക്കെ എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. വന്തിക അഗ്രവാൾ എന്ന് പറയുന്നത് ചെസ് താരമാണ്. അതായത് 2024 ചെസ് ഒളിമ്പ്യാഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? വന്തിക അഗ്രവാളിനെ ഈ ഒരു അവാർഡിന് പരിഗണിച്ചത്. ഇനി കുറച്ച് പേർ ഹോക്കി താരങ്ങളാണ്. അതായത് ഏഷ്യൻ ഗെയിംസിലായാലും അതുപോലെ തന്നെ ഒളിമ്പിക്സിലൊക്കെ ആയാലും പങ്കെടുത്ത കുറച്ച് ഹോക്കി താരങ്ങളാണ്. അപ്പോൾ നമുക്ക് അവരുടെ താരങ്ങളുടെ പേര് തന്നെ പറഞ്ഞു പോവാം. അതായത് സലീമ ടെറ്റെ, അതുപോലെ തന്നെ അഭിഷേക് നൈൻ, അതുപോലെ സഞ്ജയ് റാണ, ജർമൻ പ്രീത് സിംഗ്, ഇനി അതുപോലെ തന്നെ സുഖ്ജീത് സിംഗ്. അപ്പോൾ ഇത്രയും ഹോക്കി താരങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന അർജുന അവാർഡ് 2024 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ആൾക്കാർ പാരാ അത്ലറ്റ്സ് അതുപോലെ തന്നെ പാരാ ബാഡ്മിൻ്റനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട താരങ്ങളാണ്. കാരണം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ആൾക്കാരൊക്കെ പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ രാകേഷ് കുമാർ, അദ്ദേഹം പാരാ ആർച്ചറിയുമായി ബന്ധപ്പെട്ട താരമാണ്. 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പ്രീതി പാലാണ്. പ്രീതി പാൽ പാരാ അത്ലറ്റ് ആണ്. അപ്പോൾ വുമൺസിൻ്റെ എന്താണ് 100 മീറ്റർ T35 വിഭാഗത്തിലും അതുപോലെ തന്നെ വുമൺസിൻ്റെ 200 മീറ്റർ T30 വിഭാഗങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രീതി പാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതല്ല. നമ്മൾ എന്താണ് പ്രീതി പാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? പ്രീതി പാൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു പാരാലിമ്പിക്സിൽ എന്താണ് അത്ലറ്റിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? പ്രീതി പാലാണ്. 2024 പാരാലിമ്പിക്സിലാണ് എന്ത് ചെയ്തത്? പ്രീതി പാൽ ആ ഒരു നേട്ടം സ്വന്തമാക്കിയത്.
ഇനി അടുത്ത താരം ദീപ്തി ജീവൻജി ആണ്. പാരാത്ലറ്റിക്സ് ആണ്. ഏതാണ് ഈവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടമാണ്. അതായത് വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? വെങ്കല മെഡൽ, അതായത് ഈ ഒരു 2024 പാരാലിമ്പിക്സിൽ നേടിയത്. അപ്പോൾ അത് ഓർക്കുക. ഇനി അടുത്തത് അജീത് സിംഗ് ആണ്. അദ്ദേഹവും പാരാത്ലറ്റ് ആണ്. 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തു? മെഡൽ നേടി. ഏതാണ് ഈവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവലിൻ ത്രോ. അപ്പോൾ അജീത് സിംഗ് ഏതാണ്? ജാവലിൻ ത്രോ ആണ്. വെള്ളി മെഡലാണ് എന്ത് ചെയ്തത്? പാരാലിമ്പിക്സിൽ നേടിയത്. അതുകൂടി ഓർക്കുക. അടുത്തത് സച്ചിൻ ഖിലാരി അല്ലെങ്കിൽ സച്ചിൻ സർജറാവോ ഖിലാരി. അദ്ദേഹവും പാരാത്ലറ്റ് ആണ്. അദ്ദേഹം F46 ഷോട്ട് പുട്ടിൽ എന്ത് ചെയ്തു? വെള്ളി നേടി. അതായത് ഈ F46 ഷോട്ട് പുട്ട് വെള്ളി എന്ന് പറയുന്നത് പാരാലിമ്പിക്സിലാണ്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തു? ഷോട്ട് പുട്ടിൽ വെള്ളി നേടി. ഇനി അടുത്തത് ധരംബീർ ആണ്. അദ്ദേഹവും പാരാത്ലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഈവന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷ ക്ലബ് ത്രോ ആണ്. അപ്പോൾ ധരംബീർ ഏതാണ്? പുരുഷ ക്ലബ് ത്രോ ഈവന്റ് ആണ്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തു? ഈ ഒരു ഈവന്റിൽ അദ്ദേഹം എന്ത് ചെയ്തു? സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് പ്രണവ് സൂർമ. ആരാണ്? പ്രണവ് സൂർമയാണ്. അദ്ദേഹവും പാരാ അത്ലറ്റ് ആണ്. അദ്ദേഹവും പുരുഷ ക്ലബ് ത്രോ താരമാണ്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ എന്ത് ചെയ്തു? പുരുഷ ക്ലബ് ത്രോയിൽ വെള്ളി മെഡൽ നേടി. അടുത്തത് ഹൊക്കാദോ സെമ. ആരാണ്? ഹൊക്കാദോ സെമ പാരാ അത്ലറ്റ് ആണ്. F57 പുരുഷ ഷോട്ട് പുട്ട് ആണ്. ഇതാണ്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ F57 പുരുഷ ഷോട്ട് പുട്ടിൽ എന്ത് ചെയ്തു? വെങ്കല മെഡൽ നേടി. എന്താണ്? വെങ്കല മെഡലാണ് നേടിയത്. ഇനി അടുത്തത് സിമ്രാൻ ശർമ്മ. ആരാണ്? സിമ്രാൻ ശർമ്മ പാരാ അത്ലറ്റ് ആണ്. വുമൻസിന്റെ എത്രയാണ്? 200 മീറ്റർ T12 വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? വെങ്കലം നേടിയത്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ എന്താണ്? വുമൻസിന്റെ 200 മീറ്റർ T12 വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. ഇനി അടുത്തത് നവദീപ് സിംഗ് ആണ്. അദ്ദേഹവും പാരാ അത്ലറ്റ് ആണ്. പുരുഷ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ, അതായത് 2024 പാരാലിമ്പിക്സിൽ എന്താണ്? പുരുഷ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ എന്ത് ചെയ്തു? സ്വർണ്ണ മെഡൽ നേടി. അടുത്തത് നിതേഷ് കുമാർ ആണ്. പാരാ ബാഡ്മിന്റൺ താരമാണ്. അത്ലറ്റ് അല്ല, പാരാ ബാഡ്മിന്റൺ താരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഊഹിക്കാം 2024 പാരാലിമ്പിക്സിൽ ഏതാണ് ഇവന്റ്? ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ എന്ത് ചെയ്തു? സ്വർണം നേടി. അപ്പോൾ നിതേഷ് കുമാർ പാരാ ബാഡ്മിന്റൺ താരം. 2024 പാരാലിമ്പിക്സ് ഏത് ഇവന്റ്? പുരുഷ സിംഗിൾസിൽ എന്ത് ചെയ്തു? സ്വർണം നേടി. അടുത്തത് തുളസിമതി മുരുകേശൻ. ആരാണ്? തുളസിമതി മുരുകേശൻ പാരാ ബാഡ്മിന്റൺ ആണ് ഈവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ എന്ത് ചെയ്തു? വെള്ളി മെഡൽ നേടി. അപ്പോൾ ഇതാണ് വെള്ളി മെഡലാണ് ആര് നേടിയത്? തുളസിമതി മുരുകേശൻ നേടിയത്. അടുത്തത് നിത്യശ്രീ സുമതി ശിവൻ. ആരാണ്? നിത്യശ്രീ സുമതി ശിവനാണ്. പാരാ ബാഡ്മിന്റൺ താരമാണ്. അപ്പോൾ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് SH6 എന്ത് ചെയ്തു? വെങ്കലം നേടി. അപ്പോൾ ഇതാണ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് 2024 പാരാലിമ്പിക്സിലെ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് SH6 എന്ത് ചെയ്തു? വെങ്കലം നേടി. ഇനി ഒരു പാരാ ബാഡ്മിന്റൺ താരം കൂടിയുണ്ട്, അതായത് മനീഷ രാമദാസ്. ആരാണ്? മനീഷ രാമദാസ്. അപ്പോൾ മനീഷ രാമദാസ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് SU5 വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. അപ്പോൾ SU5 വിഭാഗത്തിലാണ് ആര്? മനീഷ രാമദാസ് എന്ത് ചെയ്തത്? വെങ്കലം നേടിയത്. അപ്പോൾ ഈ 4 പാരാ ബാഡ്മിന്റൺ താരങ്ങൾക്ക് എന്ത് ചെയ്തു? അർജുന അവാർഡ് ലഭിച്ചു. ഇനി അടുത്തത് കപിൽ പാമർ. ആരാണ്? കപിൽ പാമർ പാരാ ജൂഡോ താരമാണ്. അപ്പോൾ എന്താണ്? പാരാ ജൂഡോ താരമാണ് ആരെന്ന് പറയുന്നത്? കപിൽ പാമർ എന്ന് പറയുന്നത്. 2024 പാരാലിമ്പിക്സിൽ ജൂഡോ 60 കിലോഗ്രാം J1 വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. അപ്പോൾ ജൂഡോ 60 കിലോഗ്രാം J1 വിഭാഗത്തിൽ എന്ത് ചെയ്തു? കപിൽ പാമർ എന്ത് ചെയ്തു? വെങ്കലം നേടി. അതുകൂടി ഓർക്കുക. അടുത്തത് മോന അഗർവാൾ ആണ്. പാരാ ഷൂട്ടിംഗ് താരമാണ്. ഏതാണ് ഇവന്റ്? പാരാ ഷൂട്ടിംഗ് താരമാണ്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 എന്ത് ചെയ്തു? വെങ്കലം നേടി. ഇപ്പോൾ പാരാലിമ്പിക്സിൽ എന്താണ്? വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 എന്ത് ചെയ്തു? വെങ്കലം നേടി. അടുത്തത് റുബീന ഫ്രാൻസിസ്. ആരാണ്? റുബീന ഫ്രാൻസിസ് ആണ്. പാരാ ഷൂട്ടിംഗ് തന്നെയാണ് ഈവന്റ് എന്ന് പറയുന്നത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH1 വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. എന്താണ്? വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH1 വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. ഇതോടുകൂടി എന്ത് ചെയ്തു? പാരാ അത്ലറ്റ്സ്, അതുപോലെ തന്നെ പാരാ ബാഡ്മിന്റൺ താരങ്ങൾ, പാരാ ഷൂട്ടിംഗ് താരങ്ങളൊക്കെ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി മറ്റു ചില താരങ്ങളാണ്. അപ്പോൾ ഇതിൽ സ്വപ്നിൽ കുസാലെ അല്ലെങ്കിൽ സ്വപ്നിൽ സുരേഷ് കുസാലെ, ഇദ്ദേഹത്തെ നമുക്ക് അറിയാവുന്ന ഒരു താരമാണ്, കാരണം ഷൂട്ടിംഗ് താരമാണ്. ഇദ്ദേഹം 2024 ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അതായത് 2024 ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വപ്നിൽ കുസാലെ 2024 ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഷൂട്ടിംഗിൽ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വ്യക്തിയെ നമുക്കറിയാം, അതായത് സരബ്ജോത് സിംഗ് ആണ്. അപ്പോൾ ഷൂട്ടിംഗ് താരമാണ്. അപ്പോൾ ഇദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ആർക്കൊപ്പം? മനു ഭാകറിനൊപ്പം. അപ്പോൾ ഏത് മെഡലാണെന്ന് മനസ്സിലായി കാണും. അതായത് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ എന്ത് ചെയ്തു? വെങ്കലം നേടി. അതായത് മനു ഭാകറും അതുപോലെ തന്നെ സരബ്ജോത് സിംഗുമാണ് എന്ത് ചെയ്തത്? ആ ഒരു മെഡൽ നേടിയത് എന്നുള്ള
എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ എന്താണ് മിക്സഡ് ടീം ഈവന്റിൽ എന്താണ് മെഡൽ നേടുന്ന ആദ്യ സഖ്യമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സർബ്ജോത് സിംഗ്, അതുപോലെ തന്നെ മനു ഭാകർ സഖ്യം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു സഖ്യത്തിൽ ഉൾപ്പെട്ട രണ്ട് പേർക്കും, അതായത് മനു ഭാകർ എന്താണ് ഖേൽ രത്നയാണ് ലഭിച്ചത്, പക്ഷേ സർബ്ജോത് സിംഗിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് അഭയ് സിംഗ് ആണ്. ഇദ്ദേഹം സ്ക്വാഷ് താരമാണ്. ഇദ്ദേഹം 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ സ്ക്വാഷ് ടീമിൽ എന്താണ് അംഗമായിരുന്നു. അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ സ്ക്വാഷ് ടീമിൽ അംഗമായിട്ടുള്ള അഭയ് സിംഗിന് എന്ത് ലഭിച്ചു അർജുന അവാർഡ് ലഭിച്ചു. അടുത്തത് സജൻ പ്രകാശ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, കാരണം ഒരുപക്ഷെ ഇങ്ങനെയാവാം ചോദ്യം, 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? അതാരാണ്? സജൻ പ്രകാശ് ആണ്. അദ്ദേഹം ഏത് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മലയാളി നീന്തൽ താരമാണ്. ആരെന്ന് പറയുന്നത്? സജൻ പ്രകാശ് എന്ന് പറയുന്നത്. 2016, 2020 ഒളിമ്പിക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ ആദ്യ നീന്തൽ താരം ആരാണ്? സജൻ പ്രകാശ് ആണ്. ഇനി അതിനു പുറമെ തന്നെ 36ാമത് ദേശീയ ഗെയിംസ്, 36ാമത് ദേശീയ ഗെയിംസ് ഇവിടെ വെച്ച് നടന്ന, ഗുജറാത്തിൽ വെച്ച് നടന്ന 36ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും ആര് തന്നെയായിരുന്നു? ഈ പറയുന്ന സജൻ പ്രകാശ് തന്നെയായിരുന്നു. അപ്പൊ അതുകൂടി ഇന്ത്യ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി 32ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അമൻ സെറാവത്ത് ആണ്. ആരാണ്? അമൻ സെറാവത്ത് ആണ്. ഇദ്ദേഹം ഗുസ്തി താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കറിയാം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹത്തിനും ഒരു മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇദ്ദേഹത്തിന് വെങ്കലം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കലം ലഭിച്ച താരമാണ് അമൻ സെറാവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അർജുന അവാർഡ് ലഭിച്ചു. ഇനി അമൻ സെറാവത്തിന്റെ ശരിക്കുള്ള പ്രത്യേകത അതല്ല. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഈ പറയുന്ന അമൻ സെഹ്റാവത്ത് ആണ്. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അമൻ സെഹ്റാവത്ത് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ഏതിലാണ്? ഗുസ്തിയിലാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അർജുന അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് അർജുന അവാർഡ് ലൈഫ് ടൈം. അതായത് ശരിക്കും പറഞ്ഞാൽ ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ പകരമുള്ള അവാർഡാണ് എന്തെന്ന് പറയുന്നത് അർജുന അവാർഡ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. 2 പേർക്കാണ് പുരസ്കാരം. ഒന്ന് സുജാ സിംഗ്, അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? സുജാ സിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മുരളീകാന്ത് പേഡ്കർ. ആരാണ്? മുരളീകാന്ത് പേഡ്കർ ആണ്. അദ്ദേഹം പാരാ സ്വിമ്മിംഗ് താരമായിരുന്നു. അപ്പോൾ പാരാ സ്വിമ്മിംഗ് താരമായിട്ടുള്ള മുരളീകാന്ത് പേഡ്കർ, അതുപോലെ തന്നെ അത്ലറ്റ് ആയിട്ടുള്ള സുജാ സിംഗ് എന്നിവർക്കാണ് അർജുന അവാർഡ് ലൈഫ് ടൈം 2024 ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് ദ്രോണാചാര്യ പുരസ്കാരമാണ്. അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം പറയുന്ന സമയത്ത് നമുക്കറിയാം 2 കാറ്റഗറിയാണുള്ളത്. അതായത് റെഗുലർ കാറ്റഗറിയും അതുപോലെ തന്നെ എന്താണ് ആജീവനാന്തോ. അപ്പോൾ റെഗുലർ കാറ്റഗറിയും ആജീവനാന്ത ലൈഫ് ടൈം എന്ന കാറ്റഗറി, ഇങ്ങനെ 2 കാറ്റഗറികളാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ദ്രോണാചാര്യയിലുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് റെഗുലർ കാറ്റഗറി നോക്കാം. റെഗുലർ കാറ്റഗറിയിൽ 3 പേർക്കാണ് പുരസ്കാരം. അതായത് സുഭാഷ് റാണ, അദ്ദേഹം പാരാഷൂട്ടിംഗ് പരിശീലകനാണ്. അതുപോലെ തന്നെ ദിപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് പരിശീലകനാണ്. അതുപോലെ തന്നെ സന്ദീപ് സാങ്വാൻ ഹോക്കി പരിശീലകനാണ്. അപ്പോൾ ഈ 3 പേർക്കുമാണ് റെഗുലർ കാറ്റഗറിയിൽ ദ്രോണാചാര്യ ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ലൈഫ് ടൈം കാറ്റഗറിയാണ്. പക്ഷേ ഈ ലൈഫ് ടൈം കാറ്റഗറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 2 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. പക്ഷെ അതിൽ ആദ്യത്തെ വ്യക്തി എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതായത് ലൈഫ് ടൈം കാറ്റഗറിയിൽ പുരസ്കാരം നേടിയ ഒരു വ്യക്തി മലയാളിയാണ്. ആരാണ്? എസ് മുരളീധരൻ. ആരാണ്? എസ് മുരളീധരൻ. അദ്ദേഹം ബാഡ്മിന്റൺ പരിശീലകനാണ്. അപ്പോൾ ബാഡ്മിന്റൺ പരിശീലകനായിട്ടുള്ള എസ് മുരളീധരന് ലൈഫ് ടൈം കാറ്റഗറിയിൽ ദ്രോണാചാര്യ 2024 എന്ത് ചെയ്തു? ലഭിച്ചു. ഇനി അടുത്തത് അർമാൻഡോ ആഗ്നലോ കൊളാക്കോ. ആരാണ്? അർമാൻഡോ ആഗ്നലോ കൊളാക്കോ. അദ്ദേഹം ഫുട്ബോൾ പരിശീലകനാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമാണ് ലൈഫ് ടൈം കാറ്റഗറിയിൽ എന്ത് ചെയ്ത പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത അവാർഡ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം. ഈ എല്ലാ അവാർഡ്സും ഏത് വർഷത്തെയാണ്? 2024 അവാർഡാണ്. 2025 പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ്. ആർക്കാണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് എന്ത് ചെയ്തത്? രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത്. ഇനി നമ്മുടെ ലാസ്റ്റ് കാറ്റഗറിയാണ്, അതായത് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി. എന്താണ് മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി? അതായത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലെ ഏറ്റവും മികച്ച പെർഫോമൻസിനുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് ഓവറോൾ വിന്നർ എന്ന് പറയുന്നത് ആരാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണ്. ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണ്. ഇനി സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറയുന്നത് ഗുരു നാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇവർക്കാണ് എന്ത് ചെയ്തത്? മൗലാന അബുൽ കലാം ആസാദ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക.
അപ്പോൾ 2024 ദേശീയ കായിക പുരസ്കാരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ലെങ്തിയായുള്ള ഏരിയ, ഒരുപാട് താരങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്, അവരുടെ ഈവന്റുകൾ പഠിക്കാനുണ്ട്. കുറച്ച് പ്രയാസമായ കാര്യമാണ്, പക്ഷേ ദിവസേന എന്താണ് കുറച്ച് പേരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അവാർഡ് പഠിച്ച സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, ഇതിലേറെക്കുറെ ആൾക്കാരും പാരാലിമ്പിക്സിലും അതുപോലെ തന്നെ ഒളിമ്പിക്സിലും ഒക്കെ മെഡൽ നേടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റിവിഷൻ ആയിട്ട് തന്നെ കണ്ടെന്റ് ചെയ്യുക, വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്ക്, അതായത് ഡിഗ്രി ലെവൽ മുതൽ എന്താണ് 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ദേശീയ കായിക പുരസ്കാരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അത് സ്റ്റേറ്റ്മെന്റ് തന്നെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.